of God. God through evangelist Shaji Joseph. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിലേക്ക് ദൈവരാജ്യത്തിൻ്റെ പരിശീലനവുമായി കടന്നു വരിക. സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് എന്ന സാവകാശനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയരെ, ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവജനം ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം, അതായത് ദൈവ ഇഷ്ടം മനസ്സിലാക്കി അവർ അത് ഭൂമിയിൽ ചെയ്ത് ദൈവരാജ്യം അവകാശമാക്കണമെന്നുള്ളതാണ്. രക്ഷിക്കപ്പെടുകയും തുടർന്ന് രക്ഷിക്കപ്പെട്ട ദൈവജനം ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം മനസ്സിലാക്കി അത് ചെയ്ത് സ്വർഗ്ഗരാജ്യം അവകാശമാക്കണമെന്നുള്ള ഏകാഗ്രഹത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം ആയിരിക്കുന്നത്. മാത്രമല്ല, ഇത് ആഴത്തിലുള്ള ദൈവവചന പഠനമായതുകൊണ്ട്, കാരണം നിങ്ങൾ ചോദിക്കുന്നത് ആഴത്തിൽ പഠിക്കണോ എല്ലാ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയരെ, കർത്താവിന് വലിയ ആഗ്രഹമാണ് നമ്മൾ ആഴത്തിൽ എന്ന് വെച്ചാൽ സ്വർഗീയ കാര്യങ്ങൾ. കർത്താവ് എല്ലാം ഉപമ പറഞ്ഞാണ് നമ്മളെ പറഞ്ഞു തന്നത്, എന്നാൽ ആഴത്തിൽ പഠിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ കർത്താവ് പറയാനിടയായി, ഞാൻ ഭൂമിയിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെ സ്വർഗത്തിലെ കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കും? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആത്മീയ കാര്യങ്ങൾ, സ്വർഗീയ കാര്യങ്ങൾ പറയാൻ കർത്താവിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ജനത്തിനത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷേ ഇന്നും ജനം പലപ്പോഴും അതേപോലെ തന്നെയാണ്. അതുകൊണ്ട് ഇത് ആഴത്തിലുള്ള ദൈവവചന പഠനമായതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ വേദപുസ്തകം എടുക്കണം. ഞങ്ങളെ വിശ്വസിക്കരുത്, പതിപോലെ പറയട്ടെ, പകരം നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ വേദപുസ്തകത്തെ വിശ്വസിക്കുക. കാരണം ദൈവത്തിൻ്റെ വചനം റോമൻസ് 3:4 പറയാ, സകല മനുഷ്യരും ബോഷ്ക്ക് പറയുന്ന ഒരു ദൈവ സത്യമാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ വേദപുസ്തകമാണ്, ദൈവവചനമാണ് സത്യം. അതിൽ പറഞ്ഞ വാക്യങ്ങൾ സത്യം. ഒരു വാക്യം കൊണ്ട് പലപ്പോഴും നമ്മളതിനെ തെളിയിക്കാൻ ശ്രമിക്കരുത്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, 2-3 പേരുടെ സാക്ഷ്യമൊഴിയാൽ ഏതൊരു കാര്യവും ഉറപ്പാക്കാമെന്ന് മത്തായി സുവിശേഷം 18-ാം അധ്യായം പറയുന്നുണ്ട്. അത് മറ്റു പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. എങ്ങനെ അത് മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ യെശയ്യാ 34:16 പറയുകയാണ്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുവാൻ അതിലൊന്നും ഇണയില്ലാതെ ഇരിക്കുകയില്ല എന്ന്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ എങ്ങനെയായിരിക്കണം? ബെരോവയിലുള്ളവരെ പോലെ ആയിരിക്കണം. അപ്പോസ്തലപ്രവൃത്തി 17:11 പറയുകയാണ്, നിങ്ങൾ ബെരോവയിലുള്ളവരെ പോലെ ഉത്തമന്മാരായിരിക്കണം. കാരണം എന്താ? അവർ തങ്ങൾ കേട്ടത് അവിടെ ഇവിടെയും പറഞ്ഞു നടക്കുകയല്ല, പകരം എന്ത് ചെയ്തു? അവർ അത് അങ്ങനെ തന്നെയോ എന്ന് അവരുടെ കയ്യിലുള്ള തിരുവചനം നോക്കി അവർ ഉറപ്പാക്കി, എന്നിട്ട് അതിൽ നിശ്ചയം പ്രാപിച്ചു, അതിൽ നിലനിൽക്കുവാനിടയായി. പ്രിയരെ, നിങ്ങളും അതുപോലെ ആയിരിക്കണം. പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇന്ന് ദൈവരാജ്യത്തിൻ്റെ പരിശീലനത്തിൽ കർത്താവിന്റെ ദാസൻ ഷാജി സുന്ദരൻ ഇന്ന് നമ്മളോടുകൂടെ സ്റ്റുഡിയോയിലുണ്ട്. ജനത്തിൻ്റെ ചോദ്യവുമായി, ദൈവരാജ്യത്തെ സംബന്ധിച്ച് ജനത്തിൻ്റെ ചോദ്യവുമായി. പ്രിയ കർത്താവിൻ്റെ ദാസനെ ഇന്ന് ഏത് ചോദ്യം ചോദിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച നാം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ദൈവരാജ്യത്തെക്കുറിച്ച് ദൈവദാസന്മാർക്ക് ഇന്ന് സംസാരിക്കുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ ദൈവരാജ്യത്തിൻ്റെ ഒരു ടീച്ചിങ് ഇന്ന് കാണുന്നില്ല, അല്ലെങ്കിൽ ആ പ്രകാരം സംസാരിക്കുന്നവർക്ക് എതിർപ്പ് നേരിടുന്നു എന്നതിനെക്കുറിച്ചാണ് നാം ഡിസ്കസ് ചെയ്യുവാനിടയായത്. എന്നാൽ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം വിചരിക്കുന്നു, 7-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നുവെന്ന്. എന്നാൽ ആ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും ക്രിസ്തുവിനുമായി തീരണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവമാക്കി വെച്ച ദൈവത്തിൻ്റെ ദാസന്മാർ ഈ ലോകത്തിലെ സുവിശേഷം, കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ പോലെ ദൈവരാജ്യത്തിനെ കുറിച്ച് പ്രസംഗിക്കണം. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ ആ സുവിശേഷം ദൈവദാസന്മാർ പ്രസംഗിക്കേണ്ടതിന് ആവശ്യമാണ്. എന്നാൽ ഇന്ന് ആൾമോസ്റ്റ് നാം നോക്കുമ്പോൾ അപ്രകാരമുള്ള ഒരു ടീച്ചിങ് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എന്നതിലുപരിയായിട്ടുള്ള ഒരു ഖേദത്തോടു കൂടെ പറയുവാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്രകാരം ടീച്ച് ചെയ്യുന്നവർക്ക് വിരോധമായിട്ടൊരു എതിർപ്പ് ഇന്ന് ലോകത്തിൽ കാണുന്നുണ്ട് ശക്തമായിട്ട്. അതിനെക്കുറിച്ച് വചനാടിസ്ഥാനത്തിൽ എന്താണ് ഇതിൻ്റെ റീസൺ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതിന് റീസൺ വചനാടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്? പ്രിയരെ, കർത്താവ് യേശു ക്രിസ്തു ദൈവദാസന്മാരോട് പ്രസംഗിക്കാൻ പറഞ്ഞത് ദൈവരാജ്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ചെയ്യാൻ പറഞ്ഞത് രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക എന്നുള്ള കാര്യങ്ങളാണ്. എന്നാൽ പലപ്പോഴും ഇതിന് വ്യത്യസ്തമായി കർത്താവ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് പ്രസംഗിച്ച് നടക്കുന്ന ഒരു സമ്പ്രദായമാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. പ്രസംഗിക്കുന്നത് തെറ്റുണ്ടെന്നല്ല പറയുന്നത്, എന്നാൽ കുറേ കൂടി നല്ലത് കർത്താവ് ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും പ്രസംഗിക്കാൻ പറഞ്ഞത് പ്രസംഗിക്കുകയുമാണ്. എന്നാൽ കർത്താവ് പ്രസംഗിക്കാൻ പറഞ്ഞ ദൈവരാജ്യം ഇന്ന് കേൾക്കുന്നത് വളരെ എന്നാണ് കർത്താവിന്റെ ദാസൻ സൂചിപ്പിച്ചത്. അതെ, വളരെ കുറവ് ശതമാനം ദൈവദാസന്മാർക്ക് മാത്രമേ ഈ ഒരു വെളിപ്പാട് കിട്ടിയിട്ടുള്ളൂ. വളരെ കുറവ് ശതമാനം ദൈവദാസന്മാർ മാത്രമേ ദൈവരാജ്യത്തെക്കുറിച്ചും അതിൻ്റെ ആഴങ്ങളെക്കുറിച്ചും പ്രസംഗിക്കുന്നതായിട്ടുള്ളൂ. കാരണം കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ദൈവദാസന്മാരോട് ദൈവരാജ്യം പ്രസംഗിക്കുക.
ഭൂതങ്ങളെ പുറത്താക്കുക, രോഗികളെ സൗഖ്യമാക്കുക. ആമേൻ. ആമേൻ. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഇതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു എന്തിനും എന്തുടുക്കും, എങ്ങനെയൊക്കെ ജീവിക്കുമെന്ന് വിടുതൽ ആഗ്രഹിച്ച് നടന്ന ജനങ്ങളോട് അവരോട് പറഞ്ഞ, നിങ്ങൾ ദൈവരാജ്യം അന്വേഷിപ്പിൻ. അത് എപ്പോഴാണ്? എല്ലാം കഴിഞ്ഞിട്ടല്ല, മുമ്പേ ദൈവരാജ്യം അന്വേഷിപ്പിൻ, എങ്കിൽ ഇതെല്ലാം നിങ്ങൾക്കുണ്ടാകും. ഇവിടെ ദൈവദാസന്മാർ പറഞ്ഞതിൻ്റെ 2 ചോദ്യങ്ങൾ ഒരുമിച്ചാണ് വന്നത്. ഒന്ന്, എന്തുകൊണ്ട് അനേകർക്ക് അത് പ്രസംഗിക്കുവാൻ കഴിയുന്നില്ല? അതെ, സത്യം, അവർ നല്ല ദൈവദാസന്മാരാണ്, പക്ഷെ അറിയേണ്ടത് അവരറിഞ്ഞിട്ടില്ല. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഈ ലോകത്തിൻ്റെ ദൈവം പലരുടെയും മനസ്സ് കുരുടാക്കി കളഞ്ഞിരിക്കുകയാണ്. ആമേൻ. ഈ ലോകത്തിൻ്റെ ദൈവമാണ് പിശാച് എന്ന് ദൈവവചനം പറയുന്നു. എന്നാൽ അതിൻ്റെ കീഴിൽ ഭരണം നടത്തുന്ന ഒരു ഭൗതിക മണ്ഡലത്തിൽ മനുഷ്യരിവിടെയുണ്ട്. വീണുപോയ ആദത്തിൻ്റെ വർഗ്ഗം ഇവിടെയുണ്ട്. ആമേൻ. അപ്പോൾ ആത്മമണ്ഡലവും ഭൗതിക മണ്ഡലവും ഒരുമിച്ചാണ് ഭരണം നടക്കുന്നത്. ആമേൻ. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകം 15-ാം വാക്യം നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചപ്പോൾ, ഈ ലോക രാജ്യത്വം കർത്താവിനും ക്രിസ്തുവിനുമായി തീർന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ക്രിസ്തുവിനെന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ, അങ്ങനെയല്ല, നമ്മുടെ കർത്താവിനും പിന്നെ അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നു. അതിൻ്റെ അർത്ഥം പിതാവായ ദൈവത്തിനും, പിതാവായ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് തന്നെ കടന്നു വന്ന യേശു ക്രിസ്തുവിനും, ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദി അനോയിന്റഡ് വൺ, ദ കിങ് ഓഫ് കിങ്സ് ആൻഡ് ദ ലോർഡ് ഓഫ് ലോർഡ്സ്. രാജാക്കന്മാർ രാജാവ്, കർത്താക്കന്മാരുടെ കർത്താവാണ് യേശു ക്രിസ്തു. ഈ ഭൂമിയിൽ ഭരണം നടത്തുവാൻ പിതാവായ ദൈവത്തെ നിയമിച്ചാക്കി വെച്ചവൻ. ആമേൻ. അപ്പോൾ 2 മണ്ഡലം കാണാൻ പറ്റും, പിതാവും പുത്രനും. ആമേൻ. കർത്താവും ക്രിസ്തുവും. ഇതേപോലെ തന്നെ കർത്താവ് ദൈവം ആത്മമണ്ഡലത്തിൽ ഭരിക്കുമ്പോൾ ക്രിസ്തു ഭൗതിക മണ്ഡലത്തിൽ ഭരിക്കുന്നു. ഇത് 2 ഈ ലോക രാജ്യത്വം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് ഭൗതിക മണ്ഡലമാണ്, ഈ ലോക രാജ്യത്വം. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു പറഞ്ഞാൽ ദാവീദിന്റെ സിംഹാസനം സ്വർഗീയ മണ്ഡലമല്ല, ദാവീദിന്റെ സിംഹാസനം ഭൗതിക മണ്ഡലം. ആമേൻ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ബാബിലോണിയ രാജ്യവും ഗ്രീസ് രാജ്യവും മേദ്യ പെർസ്യ രാജ്യവും റോമ രാജ്യവും ഇതെല്ലാം ആത്മീയ രാജ്യങ്ങളല്ല, ഭൗതിക രാജ്യങ്ങളാണ്. ഇതിനെ തകർത്തുകൊണ്ടാണ് ആ കല്ല് വന്ന് ഇടിച്ച് കല്ല് പർവ്വതവുമായി പർവ്വതം ഭൂമി മുഴുവൻ നിറയുകയും ചെയ്യുന്നത്. ആമേൻ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇന്ന് ഇതിന് എതിർപ്പ് കടന്നു വരാനുള്ള കാരണവും ഇന്നത് പ്രസംഗിക്കാതിരിക്കാനുള്ള കാരണവും ഈ ലോകത്തിൻ്റെ ദൈവമാകുന്ന പിശാച് ഒന്നാമത് ഇതിനെ എതിർക്കുന്നത് കൊണ്ടാണ്. ആമേൻ. കാരണം ദൈവരാജ്യം ഇവിടെ വന്നാൽ പിശാചിൻ്റെ രാജ്യം ഇവിടെ നിന്ന് പോകണം. അതെ. അപ്പോൾ പിശാചിന്റെ രാജ്യം പോയെങ്കിൽ മാത്രമേ ദൈവരാജ്യം ഇവിടെ സ്ഥാപിതമാകാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും ഒരു കാര്യത്തെ 2 രാജ്യങ്ങൾക്ക് ഒരുമിച്ച് ഭരിക്കാൻ പറ്റത്തില്ല. ഭൂമിയെ ഒന്നില്ലെങ്കിൽ ദൈവരാജ്യം ഭരിക്കും, അല്ലെങ്കിൽ പൈശാചിക രാജ്യം ഭരിക്കും. അതെ. ആമേൻ. നേരത്തെ ഈ ഭൂമിയെ ഭരിച്ചിരുന്നത് ദൈവരാജ്യമായിരുന്നു ആദത്തിലൂടെ. ആമേൻ. ആമേൻ. അപ്പോൾ ആദത്തിൻ്റെത് ഭൗതിക രാജ്യം, പിതാവിൻ്റെത് ആത്മീയ രാജ്യം. ആത്മീയ രാജ്യമായ ദൈവരാജ്യം ആദത്തിലൂടെ ഈ ഭൂമിയെ ഭരിച്ചിരുന്നു. ആദത്തോട് പറഞ്ഞു, ഈ സർവ്വഭൂമിയും അടക്കി വാഴുക. എന്തുകൊണ്ട്? എൻ്റെ പിതാവിൻ്റെ ശക്തി കൊണ്ട്. ആമേൻ. ആമേൻ. എന്നാൽ അത് നഷ്ടപ്പെട്ടു. സ്വർഗവും ഭൂമിയും 2 തലത്തിലേക്ക് മാറി. ഈ 2 തലത്തിലേക്ക് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു പാപനിമിത്തം. യേശുക്രിസ്തുവിൻ്റെ പർപ്പസ് എഫേസ്യ ലേഖനം 1-9 മുതൽ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് യേശുവിൻ്റെ പർപ്പസ് എഴുതിയിട്ടുണ്ട്. എന്താണ്? ഇങ്ങനെ 2 തലമായി മാറിയ സ്വർഗവും ഭൂമിയും തമ്മിൽ വീണ്ടും ഒന്നിപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു വന്നത്. ആമേൻ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പണി നടക്കുന്ന ഭൂമിയിലാണ്. ആമേൻ. യേശു ക്രിസ്തു അതിന് ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞു. പാപികളെ രക്ഷിക്കുവാൻ കാൽവരി ക്രൂശ് യാഗമായി കടന്നു പോയി കഴിഞ്ഞു. ഈ പാപികളെ രക്ഷിച്ച പാപികളെ എങ്ങോട്ടാ കൊണ്ടുവരുന്നേ? രക്ഷിക്കപ്പെട്ടവരെ അവൻ ദിനം പ്രതി സഭയോട് ചേർത്തു. അവൻ സഭയോട് ചേർത്തു. സഭ എന്ന് പറഞ്ഞ ആത്മീയ ഭാഗമാണ്. ആത്മീയ സഭ സ്വർഗത്തിലുമുണ്ട്, അതേസമയം സർവ്വസഭ ഭൂമിയിലുമുണ്ട്. സ്വർഗത്തിനും ഭൂമിയിലും ഇടയിൽ നിൽക്കുകയാണ് സഭ എന്ന് നമ്മൾ മനസ്സിലാക്കുവാനിടയായി. ഇതുകൊണ്ട് ആ സഭയിലുള്ള പത്രോസിനോട് കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്, നീ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിന്റെ മേൽ, പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. എന്നിട്ട് ഈ സഭയ്ക്കൊരു പ്രത്യേകത കൊടുത്തു. സഭയെ സ്വർഗത്തിന് ഭൂമിയുടെ ഇടയിലാക്കി സ്റ്റാൻഡ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് പറയാണ്, നീ ഭൂമിയിൽ, സഭയിലുള്ള നീയെ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുക, സഭയിലുള്ള നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അപ്പൊ സഭയ്ക്ക് സ്വർഗത്തിലും ഭൂമിക്കും ഒരേപോലെ ഇൻഫ്ലുവൻസ് സഭയ്ക്കുള്ളത്. ആമേൻ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇന്ന് നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഇത് പ്രസംഗിക്കാത്തതിന്റെ, ദൈവരാജ്യം പ്രസംഗിക്കാത്തതിന്റെ പ്രധാന കാരണം പിശാച് ഇത് മനുഷ്യ മനസ്സിനെ മറപ്പിച്ച് കളയുക. കാരണം ദൈവരാജ്യം ഇവിടെ സ്ഥാപിതമാകണമെങ്കിൽ പിശാച് രാജ്യം പോയേ പറ്റത്തുള്ളൂ.
ആമേൻ. ആമേൻ. പിന്നെ മറ്റൊരു രണ്ടാമത്തെ കാര്യം എന്ന് പറയാൻ, മനുഷ്യൻ ഇത് പ്രസംഗിക്കാത്തതിൻ്റെ കാരണം, മനുഷ്യനോട് കർത്താവ് വളരെ വ്യക്തമായിട്ട് ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ പ്രിയോറിറ്റി എന്തായിരിക്കണം, നിങ്ങൾ എന്തിനാ പ്രാധാന്യം കൊടുക്കേണ്ടേ. അവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അവിടെ ഇങ്ങനെ പറയുകയുണ്ടായി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. പിന്നെ പറയുക, അങ്ങയുടെ രാജ്യം വരണമേ. ആമേൻ. അപ്പോൾ എന്തിനാ പ്രാധാന്യം പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളെ പറഞ്ഞാട്ട്, യേശുവിൻ്റെ ഹൃദയത്തിൽ എന്തിനാ പ്രാധാന്യം? ദൈവത്തിൻ്റെ രാജ്യം വരണം. ഇപ്പം നിങ്ങൾ ചോദിക്കും ആത്മീയ രാജ്യം. നോ 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 ആത്മീയ രാജ്യം തന്നെയാണ് ദൈവരാജ്യം. പക്ഷെ അത് എവിടെ വരണം? തൊട്ടടുത്ത വാക്യത്തിലുണ്ട്, ഭൂമിയിൽ വരണം. നിന്റെ രാജ്യം വരണമേ. എവിടെ? ഭൂമിയിൽ. എങ്ങനെ? അങ്ങനെയെങ്കിലേ നിന്റെ ഇഷ്ടം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലും നിറവേറത്തുള്ളൂ. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദൈവരാജ്യം ഈ ഭൂമിയെ ഭരിക്കുവാനായിട്ട് ഇടയാകണം. ആ രാജ്യം വരണം. ആ രാജ്യം വരണം. പക്ഷേ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരട്ടെ. എന്തുകൊണ്ടാണ് മനുഷ്യർ ഇത് പ്രസംഗിക്കാത്തത്, ഇത് പറയാത്തത്? അല്ലെങ്കിൽ വളരെ കുറച്ച് പേരെ ഇത് പ്രസംഗിക്കുന്നുള്ളൂ, പറയുന്നുള്ളൂ. കാരണം ഇത്രയേ ഉള്ളൂ പ്രിയരെ. കർത്താവ് യേശു പറഞ്ഞു, നീ എന്നെ അനുഗമിക്കണമെങ്കിൽ നിന്റെ സ്വയത്തെ ത്യജിച്ച് എൻ്റെ ക്രൂശും എടുത്ത് എൻ്റെ പിന്നാലെ വരണമെന്നത്. എന്നാൽ പ്രിയരെ, നാം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളവിടെ ചോദിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അങ്ങയുടെ രാജ്യം വരണമേ. എവിടെ? ഭൂമിയിൽ. ഭൂമി ആരാ ഭരിക്കുന്നേ? ഭൂമി ആത്മീയമായി പിശാചും ഭൗതികമായി പിശാചിനാൽ നിയന്ത്രിതമായ മനുഷ്യനുമാണ്. അപ്പോൾ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക, അങ്ങയുടെ രാജ്യം വരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ട് വേറൊരു അർത്ഥമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഒന്ന് ചിന്തിച്ചാട്ടെ, ഞാൻ പറഞ്ഞു തരാം എന്താണ് അതിന് ഇൻഡയറക്റ്റ് അർത്ഥമെന്ന്. ദൈവമേ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് മനുഷ്യൻ പ്രാർത്ഥിച്ച അതിൻ്റെ മറ്റൊരർത്ഥമാണ്, എൻ്റെ രാജ്യം പോകണമേ. ആമേൻ. എൻ്റെ രാജ്യം പൊക്കോട്ടെ. അതെ. എൻ്റെ രാജ്യം വേണ്ട, എനിക്ക് എൻ്റെ സാമ്രാജ്യം വേണ്ട. ആമേൻ. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, നീ എന്നെ അനുഗമിക്കണമെന്ന് നിന്റെ സ്വയത്തെ ത്യജിച്ചേക്കണം. നിന്റെ രാജ്യത്തെ നീ ത്യജിക്കണം. നിന്റെ ഒരു സാമ്രാജ്യം വേണ്ട, പകരം എൻ്റെ സാമ്രാജ്യം മതി. നിന്റെ സാമ്രാജ്യമാകുമ്പോൾ അത് സ്വയം ഭരണമാണ്. അതെ. പക്ഷെ മനുഷ്യൻ ഇത് പ്രാർത്ഥിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, ഒന്ന്, പിശാച് ഇവനെ മറപ്പിക്കുന്നു, അവനെ കുരുടാക്കുന്നു. രണ്ട്, മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന്റെ രാജ്യം പോകാൻ അവൻ താല്പര്യപ്പെടുന്നതേയില്ല. തൻ്റെ സ്ഥാനം യേശുവിന് വിട്ടുകൊടുക്കാൻ അവൻ ആഗ്രഹിക്കുന്നേയില്ല. യേശുവെ, നീ വേണമെങ്കിൽ ഒരു സൈഡിലിരുന്നോ. എന്തിനാണ്? എനിക്ക് വിടുതൽ തരാൻ, എനിക്ക് രോഗസൗഖ്യം തരാൻ, എനിക്ക് പ്രമോഷൻ തരാൻ. ഇതെല്ലാം യേശു നമുക്ക് എല്ലാം ഒരുക്കി കഴിഞ്ഞു പ്രിയരെ. യേശു നമ്മുടെ ഹൃദയത്തിൽ രാജാവായി വാഴുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സ്വയം അതിനെ ത്യജിക്കപ്പെടണം. നമ്മൾ സ്വയമല്ല നീങ്ങേണ്ടത്, നമ്മൾ ക്രിസ്തുവിനാൽ, ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നാം നീങ്ങപ്പെടണം. ഒരു തൂവൽ കാറ്റടിച്ച് എങ്ങനെ നീങ്ങുന്നുവോ, ഇതേപോലെ ഒരു ദൈവ പൈതൽ ദൈവ ആത്മാവിനാൽ നീങ്ങപ്പെടണം. അപ്പോൾ എന്ത് പറയണം, എന്ത് പ്രവർത്തിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ തീരുമാനിച്ച് അവന് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഇടയാകും. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അപ്പോൾ ദൈവജനം ഇത് പ്രാർത്ഥിക്കാത്തതിൻ്റെ കാരണങ്ങൾ രണ്ട് പ്രധാന കാരണങ്ങളാണുള്ളത്. ഒന്ന്, പിശാച് ദൈവവചനം പറയുന്നത് പോലെ മനസ്സ് കുരുടാക്കുന്നു. മനസ്സ് കുരുടാക്കി അവരെ ലോകത്തിലേക്ക് അവരുടെ മനസ്സ് കൊണ്ടുപോകുന്നു. ലോകത്തിൻ്റെ സ്ഥാനങ്ങൾ, ലോകത്തിൻ്റെ മാനങ്ങൾ, ദൈവത്തിൻ്റെ മാനത്തെക്കാൾ ഉപരി ഈ ലോകം കൊടുക്കുന്ന മാനങ്ങളെ അവർ ആഗ്രഹിച്ചു. അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ അവർ ഓരോരുത്തരും നോക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ യേശുവിനെ അനുഗമിക്കുമ്പോൾ അവരുടെ സാമ്രാജ്യങ്ങളല്ല, പകരം അങ്ങയുടെ സാമ്രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കണം. പക്ഷേ ഈ പ്രാർത്ഥന പലർക്കും പ്രാർത്ഥിക്കാൻ പോലും ആഗ്രഹമില്ല. കാരണം ഇതിനേക്കാൾ നല്ലതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ആമേൻ, ഹല്ലേലൂയ. അപ്പം പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവം എന്താഗ്രഹിച്ചു ആ അലൈൻമെൻറ്റിൽ, ആ ലൈനിൽ തന്നെ നാം നിൽക്കുന്നുവെങ്കിൽ നാം അനുഗ്രഹീതരാ. കാരണം അതും ഇതും ചെയ്യുന്നവരല്ല ദൈവരാജ്യം അവകാശമാക്കുക. ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറഞ്ഞു, എന്നെ കർത്താവെ കർത്താവിൽ നീ വിളിക്കാം, പക്ഷെ എന്നെ കർത്താവെ കർത്താവെന്ന് വിളിക്കുന്ന ഏവനും അല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാ സ്വർഗ രാജ്യം അവകാശം.
ആക്കുന്നതാണ്. Praise God. ആമേൻ. Hallelujah. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ നാളുകളിൽ നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് 2 രാജ്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഒന്ന് ആത്മരാജ്യവും ആത്മരാജ്യത്തിന്റെ കീഴിലുള്ള ഭൗതിക രാജ്യവും. ഇന്ന് ഇത് ഭൂമിയെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മരാജ്യം എന്ന് പറഞ്ഞാൽ പിശാചിന്റെ രാജ്യം. ഇതാണ് ദൈവവചനം 1 യോഹന്നാൻ 5:19 പറയുന്നത്, സർവ്വലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. കൊരിന്ത്യർ ലേഖനം പറയുകയാണ്, ഇതാ ഈ ലോകത്തിന്റെ ദൈവവിശ്വാസികളുടെ ഹൃദയം മനസ്സ് കുരുടാക്കിയിട്ടിരിക്കുകയാണ്. അതാണ് ആത്മരാജ്യം. എന്നാൽ ആത്മരാജ്യത്തിന്റെ കീഴിൽ ഇന്ന് ജനത്തെ കൊണ്ട്, ജനത്തിന്റെ ചിന്തകളെ കൊണ്ട് ഈ പിശാച് ഇന്ന് ലോകം ഭരിക്കുകയാണ്. അതാണ് ഭൗതിക രാജ്യം. എന്നാൽ ഇതിനെ അങ്ങനെ തന്നെ നീക്കിയിട്ട് ഇനി ഇവിടെ വരാൻ പോകുന്നത് വെളിപ്പാട് 11:15 പറയുന്നത് പോലെ 7ാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ ഈ ലോകരാജ്യത്ത് നമ്മളുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീരും. നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം, ആത്മരാജ്യം ഭരിക്കുന്ന ദൈവരാജ്യം. ആത്മരാജ്യമായ ദൈവരാജ്യം. എന്നാൽ ഇനി അവന്റെ ക്രിസ്തുവിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ കീഴിൽ ഈ ഭൂമിയെ ഭരിക്കുവാൻ ദൈവം 1ാം ആദത്തെ എങ്ങനെ നിർത്തിയോ, 1ാം ആദത്തെ എങ്ങനെ നിർത്തിയോ, 1ാം ആദം നിർത്തിയിട്ട് പറയാം, നീ സർവ്വഭൂമിയും അടക്കി വാഴുക. ഇതേപോലെ തന്നെ 2ാം ആദം അല്ലെങ്കിൽ ഒടുക്കത്തെ ആദമായി യേശുവിനെ നിർത്തിയിരിക്കുക. അതിന്റെ താഴെ ഒരു ഭൗതിക മണ്ഡലത്തിൽ. എന്തിനാണെന്നറിയാമോ? ഈ ഭൂമിയെ സ്വർഗം വാഴാൻ. ആരിലൂടെ? ഈ മനുഷ്യരിലൂടെ. കാരണം ദൈവം ഒരിക്കലും തൻ്റെ വാക്ക് മാറത്തില്ല. ദൈവം ഭൂമിയെ കൊടുത്തിരിക്കുന്നത് മനുഷ്യർക്കാണ്. അതുകൊണ്ട് 115 സങ്കീർത്തനം 16ാം വാക്യം പറയുന്നത്, സ്വർഗം യഹോവയുടെ സ്വർഗമാവുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് ഭൂമിയെ മനുഷ്യൻ തന്നെ ഭരിക്കണം. ഭൂമിയെ അവൻ നശിപ്പിക്കാൻ വേണ്ടിയല്ല കർത്താവ് ഉണ്ടാക്കിയത്. ദൈവവചനം പറയുക, അവൻ പാർപ്പിനായിട്ടല്ലോ ഭൂമിയെ ഉണ്ടാക്കിയത്. അപ്പൊ ഭൂമിയിൽ പാർക്കണം, അതിനുവേണ്ടി ദൈവം ഉണ്ടാക്കി. അത് നശിപ്പിക്കാൻ, അവസാനിപ്പിക്കാൻ വേണ്ടി അല്ല പ്രിയരെ. ഈ ഭൂമിയെ മനുഷ്യൻ ഭരിക്കണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഉൽപ്പത്തി 1:28 ആദത്തോട് പറഞ്ഞത്, നീ സർവ്വ ഭൂമിയെ അടക്കി വാഴുക. ഇനി ദൈവം അതിൽ നിന്ന് മാറത്തില്ല. 1ാം ആദം അതിൽ നിന്ന് പരാജയപ്പെട്ടു പോയെങ്കിൽ ഇതാ ഒടുക്കത്തെ ആദമായി യേശു ഒരു മാതൃകയെ, നമുക്കെല്ലാം ഒരു മാതൃകയായി നിന്നുകൊണ്ട് അവിടെ ജയം പ്രാപിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം ഈ നാളിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, നാം ഏകദേശം കുറച്ച് ദിവസങ്ങൾ ഈ മണ്ണ് കൊണ്ടുള്ള ഉടുപ്പിന്റെ ഉള്ളിൽ, കവറിന്റെ ഉള്ളിൽ ഉള്ളൂ. ഈ കവറല്ല നമ്മൾ. ഈ കവറിന്റെ ഉള്ളിൽ യഥാർത്ഥം നമ്മൾ ഓരോരുത്തരും ഉണ്ട്. ആ കവറിന്റെ ഉള്ളിലുള്ള വ്യക്തിയെ ദൈവം ഈ ഭൂമിയിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ആ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അവനവൻ കവറിന്റെ ഉള്ളിലിരിക്കും, കവറിന്റെ ഉള്ളല്ല, അവനവൻ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും ചീയതാകിലും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, അപ്പോൾ ഈ കവറിന്റെ ഉള്ളിലെ ജീവിതം ഒരു ടെസ്റ്റാ. ഈ സമയത്ത് കുഞ്ഞേ, നീ നിന്റെ സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നീ പഠിച്ചത് സ്ഥാപിക്കാനല്ല നിൽക്കേണ്ടത്. പകരം നിന്റെ ദൈവത്തിൽ നിന്ന് നീക്ക് വെളിപ്പാടായി എന്ത് പ്രാപിച്ചുവോ അത് നിന്റെ ദൈവത്തിന്റെ ആത്മാവകത്തും വിശുദ്ധ വേദപുസ്തകം പുറത്തും സൈൻ ചെയ്താൽ, അത് മനസ്സിലാക്കിയത് ഭൂമിയിൽ ചെയ്ത് ദൈവ ഇഷ്ടം നാം ചെയ്ത് ഭൂമിയിൽ ചെയ്ത് ദൈവ ഇഷ്ടം നിറവേറ്റി സ്വർഗരാജ്യ അവകാശമാക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുക. അതുകൊണ്ട് നമ്മളുടെ ചിന്തകൾ മറ്റെങ്ങും പോകരുത്. ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്ക് പോയിട്ട് കാര്യമില്ല. ഏതാനും ദിവസം കുമ്പള പോലെയതുള്ളൂ. ലോകത്തിൻ്റെ പണത്തിൻ്റെ പുറകെ ഓടിയിട്ട് കാര്യമില്ല, അത് അസ്തമിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുക. പിന്നെ ആര് നിലനിൽക്കും? ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ. അപ്പോൾ ദൈവ ഇഷ്ടം ചെയ്യണമെങ്കിൽ ആദ്യം ദൈവ ഇഷ്ടം അറിയണം. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മളുടെ വിശുദ്ധീകരണം തന്നെ. എന്താണ് വിശുദ്ധീകരണം? വിശുദ്ധീകരണത്തിൽ നമ്മൾ ദൈവപുത്രന്മാരായി വെളിപ്പെടുവാനായിട്ട് ഇടയാകും. എന്തിനാ യേശുവിനെ തന്നത്? പലരും ചിന്തിക്കും, യേശുവിനെ തന്നത് ഞങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടാൻ, യേശുവിനെ തന്നത് ഞങ്ങൾക്ക് കുറച്ച് പ്രമോഷൻ കിട്ടാൻ. ഇതെല്ലാം യേശു ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ യേശുവിനെ തന്നതിന്റെ അത്യന്ത ഉദ്ദേശം ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ ഒരു നിമിഷം പറഞ്ഞില്ല, ഞാൻ തന്നെ ഉത്തരം പറയാൻ ശ്രദ്ധിച്ചാട്ടെ. യേശുവിനെ തന്നതിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ വചനം പറയാ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരായി തീരാൻ
അധികാരം തന്നിരിക്കുന്നു. ആ അധികാരം കുഞ്ഞേ എനിക്ക് നിങ്ങൾക്കൊക്കെ തന്നിരിക്കുകയാ. ആ അധികാരം നമുക്ക് തന്നിട്ട് ആ അധികാരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഈ നാളുകളിൽ പ്രിയരെ, പ്രസംഗിക്കുന്ന ഞങ്ങളും അതോടൊപ്പം തന്നെ കേൾക്കുന്ന നിങ്ങളും ഒരേപോലെ അധികാരം ഉപയോഗിക്കണം. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരു മാതൃകയായി വെളിപ്പെടണം, ദൈവപുത്രന്മാരായി വെളിപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ നന്മ കാണുവാൻ ഇടയാകണം, നമ്മുടെ ജീവിതത്തിലൂടെ യേശുവിനെ കാണുവാൻ ഇടയാകണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മൾ ദൈവരാജ്യത്തെ എതിർക്കുന്നവരായിട്ടല്ല, പകരം ദൈവരാജ്യത്തെ പ്രസംഗിക്കുന്നവരായി, ദൈവരാജ്യത്തെ വ്യാപരിക്കുന്നവരായി. നമ്മൾ മുൻപ് കേട്ടതുപോലെ ആ പുളിപ്പ് മാവിലേക്ക് വ്യാപരിക്കുന്നത് പോലെ സ്വർഗരാജ്യം പുളിപ്പിന് സദൃശ്യമെന്നുള്ള ആ ഉപമ പ്രകാരം നമ്മൾ സ്വർഗരാജ്യത്തെ, ദൈവരാജ്യത്തെ വ്യാപരിപ്പിക്കുന്നവരായി തീരണം.